നീയേ ഞാൻ പറയണേ കേട്ട് എന്റെ പിള്ളേരെ നോക്കി ഇവിടെ കിടന്നോളാം. മനസ്സിലായി? നോക്ക്, മുഖത്തോട്ട് നോക്ക്. മനസ്സിലായി? എന്റെ ചെലവിന് കഴിയെടുത്തോളാം. നീ ഇവിടെ ഞാൻ പറയണ കേട്ട് തന്നെ ഉണ്ടാകും. നിന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം എടുക്കണ്ട, അതിനുള്ള ആളും ഇല്ല. നീ ആദ്യം 5 പൈസയുടെ വില ഉണ്ടാക്ക്. 5 പൈസയുടെ വില. ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവനാണ് ഇവിടെ നീയൊക്കെ തിന്ന് ആഘോഷിക്കണം കേട്ടാ. ഇനി മേലിൽ എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്താൽ എനിക്ക് വയ്യടി ഇവിടെ ഒട്ടും പറ്റണില്ല. അയാളെ ഉപദ്രവിക്കണേണ്. പിള്ളേര് ചെറുതായതുകൊണ്ട് എനിക്ക് ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്യാനാണ്? പറ്റണില്ലടി ഒട്ടും. എടി നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഞാൻ ദേ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. അവനെന്തോ ഒരു ജോലിയുടെ കാര്യം പറയുന്നുണ്ട്. നീ ഒന്ന് കേട്ട് നോക്ക്. എടി അതിന് നീ ഇങ്ങനെ വിഷമിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാവുന്ന ജോലികൾ എന്തെങ്കിലും നോക്കാൻ പാടില്ല. എന്റെ അറിവില് ഒരു ഓൺലൈൻ ജോബ് ഉണ്ട്. ഞാൻ എന്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിനക്ക് അയച്ചു തരാം. ഒന്നുമില്ല, നിനക്ക് ഫോൺ ഉപയോഗിക്കാറില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ജോലി. ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. അത് മാത്രമല്ല ഒരു 5 ദിവസത്തെ ട്രെയിനിങ് വരുത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിട്ടളെ, കുഴപ്പമില്ല. നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും. ദൈവം ഉണ്ടല്ല. സുമി, നീ എന്താ എപ്പോ നോക്കിയാലും ഫോണിലാണല്ലോ. നിനക്ക് എന്താ പരിപാടി? നിന്നില്ലേ? മേഘദൂതം പാട வேண்டும், മേനി மீது சாரல் வேண்டும்.